എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 37 സങ്കീർത്തനം അതിൻ്റെ 32 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു, അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 32 വാക്യം നമ്മളെ കേൾപ്പിക്കുന്നു. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു, അവനെ കൊല്ലുവാൻ നോക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു വിശ്വാസി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നന്നായിട്ട് വേല ചെയ്യുന്നവർ, നന്നായിട്ട് വിശ്വസിക്കുന്നവർ, നന്നായിട്ട് ആരാധിക്കുന്നവർ, ഏത് വിധത്തിലും ഒരു നീതിമാനായിട്ട് പതിയിരിക്കുന്ന ദുഷ്ടൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ നമ്മളെ കേൾപ്പിക്കുക. അത് പതിയിരുന്ന് എങ്ങനെയെങ്കിലും അതിനെ കൊല്ലുവാനായിട്ട് ആണ് ശ്രമിക്കുന്നത്. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു, അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിൽ പ്രത്യാശയുള്ളവർ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്കെതിരായി ആരൊക്കെ പതിയിരുന്നാലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, തക്ക സമയത്ത് ദുഷ്ടൻ തൊടാതെ വണ്ണം ആ വിരിച്ച ചിറകിൻ മറവിൽ മറച്ചുകൊണ്ട് പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമെന്ന് പറയുവാൻ നമുക്കിടയാക്കുന്നത് സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ കരുണ കൊണ്ട് മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ വചനഭാഗം പറയുമ്പോഴും നമ്മുടെയൊക്കെ ഓരോ അനുഭവങ്ങൾ ഓർത്തു നോക്കിക്കേ. നീതിമാനായി പതിയിരുന്നവനെ കൊല്ലുവാനായിട്ടാണ് ദുഷ്ടൻ നോക്കുന്നത്. എന്നാൽ യഹോവ അവനെ അവൻ്റെ കൈ വിട്ടുകൊടുക്കുകയല്ല എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുന്നു. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയും ഇല്ല എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുന്നു. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയും ഇല്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നമ്മുടെ വചനം കേൾക്കുന്നു. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കാം. ആമേൻ, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കാം. എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും എന്ന വചനം. യഹോവയിൽ തന്നെ പ്രത്യാശ വെച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണോ അത് ചെയ്യുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ആ സഹായത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. ദൈവമക്കളെ, നിന്ദയുണ്ടായിരിക്കട്ടെ, പരിഹസിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കട്ടെ. ആ പരിഹാസ വാക്കുകളെ നോക്കി ആ കേട്ട ഒരു പദം നമ്മുടെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാനാവില്ല. കർത്താവിനെ ആരാധിക്കുന്ന മക്കളെ, ഇതെല്ലാം ക്രൂശിൽ സഹിച്ച കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിലയേറിയ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസം. അത് മാത്രമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശത്രു കടന്നു വരുമ്പോൾ നമ്മളെ കരുതുന്ന ദൈവം എത്ര വലിയവനെന്നറിയാവോ? ആ വിരിച്ച ചിറകിൻ മറവിൽ മറച്ചുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. ഒന്ന് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ, കർത്താവിൽ ആശ്രയിക്കുക. ഈ കർത്താവ് നമുക്ക് വേണ്ടി കരുണ കാണിക്കും. ഈ ദൈവം നമ്മളോട് ക്ഷമിക്കും. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും എന്നാണ് പറഞ്ഞത്. ദുഷ്ടനെ നോക്കി നമ്മൾ പേടിക്കണ്ട, ദൈവത്തെ പേടിച്ചാൽ മതി. ദൈവമക്കളെ, അമ്മേ സ്തോത്രം. മനുഷ്യരെ കണ്ട് നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. മനുഷ്യരെ നോക്കി അവരുടെ വാക്കുകളോ അവരുടെ പ്രവർത്തനങ്ങളോ ഇതൊന്നും ഓർത്ത് നമ്മൾ കലങ്ങി മറിയണ്ട. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ടാൽ മാത്രം മതി ദൈവമക്കളെ. കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മേലിൽ നിന്ന് ദൈവം അനുവദിച്ചിട്ടില്ല എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിളിച്ചു വേർതിരിച്ച ദൈവജനം ഒന്നു മാത്രം നോക്കിയാൽ മതി. വിളിച്ചവങ്കിലേക്ക് നോക്കുക, വിശ്വസ്തനായ ദൈവത്തെ ആരാധിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാവിധത്തിലും മാനസികമായി പ്രയാസം അനുഭവിച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, വീണു പോകരുത്. നമ്മളെ ഈ ലോകം പരിഹസിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ ഇതിലൊന്നും നമ്മൾ
കാത് കൊടുത്താൽ മുൻപോട്ട് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിന് വേണ്ടി നമുക്ക് മുൻപോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഇവയൊക്കെയും ക്രൂശിൽ സഹിച്ചവനെ, ആമേ സ്തോത്രം, ഇവയൊക്കെ ജയിച്ചവനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവെ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുവചനം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുപോലെ ദുഷ്ടന്റെ ആക്രമണത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവെ, പതിയിരുന്ന് കൊല്ലുന്ന ഒരനുഭവത്തെ കർത്താവെ അവിടുന്ന് കേൾപ്പിക്കുന്നല്ലോ. ദൈവമായ കർത്താവെ, കൊലപാതകം ഒക്കെ പെരുകുന്നതായ ഈ കാലങ്ങളിൽ കർത്താവെ, ക്ഷമിക്കാനും സ്നേഹിക്കാനും സഹിക്കാനും പൊറുക്കാനും എല്ലാവരുടെയും മനസ്സിനെ ദൈവം ഒരുക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവേ ദാവീദ് പുത്രാ, അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്ര മഹാകഷ്ടത കടന്നു വന്നാലും അതിന്മേലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കർത്താവ് എന്നെ അത്ഭുതവും അതിശയവുമായിട്ട് വിളിച്ചു വേർതിരിച്ചതാണെന്ന് നിൻ്റെ മക്കൾ അനുഭവത്തിലൂടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നന്മയ്ക്കായി ഒരടയാളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കൾ നിമിത്തം നിന്ന് അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് കർത്താവെ വലിയൊരു വിടുതൽ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമേ, അങ്ങ് കൂടെ ഇരിക്കണേ. ഇന്ന് കൂട്ടായ്മ കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.